Chapter 8 Redox Reaction. In this chapter, we study what is redox reaction and what is oxidation and reduction concept. And then next topic is different types of redox reaction. Then we study the balancing of redox reaction using half reaction method. Redox reactions. What is redox reaction? In a chemical reaction, both oxidation and reduction occurs. It is called redox reaction. Next term is oxidizing agent and reducing agent. Oxidizing agent is also called oxidant and reducing agent is also called reductant. The species which undergo oxidation is reducing agent and species which undergo reduction is oxidizing agent. ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്പീഷ്യസിനെ റെഡ്യൂസിങ് ഏജൻ്റ് എന്നും റിഡക്ഷൻ നടക്കുന്ന സ്പീഷ്യസിനെ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നും വിളിക്കും. നെക്സ്റ്റ് ടേം ഇസ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്സ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. റൂൾസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഓക്സിഡേഷൻ നമ്പർ. ഓരോ എലമെൻസിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂൾസാണ്. ഈ റൂൾസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. അക്കോർഡിംഗ് ടു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, oxidation is an increase in the oxidation number of an element in the given substance. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയും. ദെൻ എ ഡിക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ ഗിവൺ സബ്സ്റ്റൻസ് വി സേ റിഡക്ഷൻ ഒക്കർ. ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് ഉണ്ടായാൽ റിഡക്ഷൻ നടന്നു എന്ന് പറയും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. 4 types redox reaction are combination reaction, decomposition reaction, displacement reaction and disproportionation reaction. Next is balancing of redox reaction. Redox reaction balance ചെയ്യാൻ 2 methods ആണുള്ളത്, oxidation number method and half reaction method. Here we have to study the half reaction method. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഇവിടെ ഒരു അയോണിക് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ ഇക്വേഷനെ നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ എലമെന്റ്സും വേണം, ഓക്സിഡേഷൻ നമ്പറും ബാലൻസ് ചെയ്യണം. ഇക്വേഷൻ നോക്കാം. Fe+2 + Cr2O7 2- gives Fe+3 + Cr+3. ഈ അയോൺസിലെ അയണിന്റെ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്, Fe+2. ഇതൊരു ഡൈക്രോമേറ്റ് അയോൺ ആണ്. ഇതിൽ ക്രോമിയത്തിന്റെ ചാർജ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ X = 6 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ക്രോമിയത്തിന്റെ +6 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിജന്റെ നമുക്ക് അറിയാവുന്നതാണ് -2. ഇവിടെ Fe+3 ആണ്, Cr+3 ആണ്. ഇവിടെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഇക്വേഷൻ 1 ഒന്ന് എടുത്തെഴുതിയിരിക്കുകയാണ്. എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇനി ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ നടക്കണേന്ന് നോക്കാം. അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ നോക്കാം. അപ്പൊ Fe+2 റിയാക്ഷൻ കഴിഞ്ഞപ്പോ Fe+3 ആയി. ഇപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ക്രോമിയം +6 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോ +3 ആയി. ഇപ്പൊ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. ക്രോമിയം ആണ് റിഡക്ഷൻ നടന്നത്, അയൺ ആണ് ഓക്സിഡേഷൻ നടന്നത്. ഇനി നമുക്ക് ഈ ഒരു സിംഗിൾ സ്റ്റെപ്പ് ഇക്വേഷനെ 2 സ്റ്റെപ്പ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. 2 ഹാഫ് റിയാക്ഷൻ ആയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും. ഓക്സിഡേഷൻ ഹാഫിൽ എഴുതേണ്ടത് ഓക്സിഡേഷൻ നടന്നത്, Fe+2 gives Fe+3. റിഡക്ഷൻ ഹാഫിൽ എഴുതുന്നത് റിഡക്ഷൻ നടക്കണം, Cr2O7 2- gives Cr+3. ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ബാലൻസിങ് ദ ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഈച്ച് ഹാഫ്. ഇനി നമ്മൾ എലമെന്റ്സിനെയാണ് ബാലൻസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് എലമെന്റിനെ ബാലൻസ് ചെയ്യാം. അപ്പൊ ഓക്സിഡേഷൻ ഹാഫ് നോക്കുമ്പോൾ അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാനൊന്നുമില്ല, കാരണം ഇവിടെയും ഒരു അയൺ ആറ്റം, ഇവിടെ ഒരു അയണാണുള്ളത്.
ഈ റിഡക്ഷനിൽ നോക്കിയപ്പോൾ ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ 1 ക്രോമിയം ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ 3 ഒന്ന് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ 2 എന്ന് എഴുതും. അപ്പൊ ഇക്വേഷൻ 3 ഇപ്പോൾ ഇക്വേഷൻ 4 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇക്വേഷൻ 4ലേക്ക് നോക്കാം. അവിടെ ഓക്സിജൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ല. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാണ്. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്, അപ്പൊ റൈറ്റ് സൈഡിൽ നമുക്ക് 7 ഓക്സിജൻ വേണം. അതിന് പകരം നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യുക. ആഡ് വാട്ടർ ടു ബാലൻസ് ഓക്സിജൻ ആറ്റം. അപ്പൊ Cr2O7 2- gives 2Cr+3 plus 7H2O എന്ന് ആഡ് ചെയ്യും. അപ്പൊ 7H2O ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 14 ഹൈഡ്രജൻ വരും. ആ 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 14H+ എന്ന് കൊടുക്കും. അപ്പൊ അവിടെ ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. അപ്പൊ ഇക്വേഷൻ 3 4 ആയി ചേഞ്ച് ചെയ്തു. 4 ഇപ്പോ 5 ആയിട്ട് മാറി. ഇക്വേഷൻ 2 ഒരു ചേഞ്ചും ഇല്ല. ഓക്സിഡേഷൻ ഹാഫ് അതേപോലെ തന്നെ എഴുതാം. റിഡക്ഷൻ ഹാഫ് എന്നുള്ള റിയാക്ഷനെ നമ്മൾ ബാലൻസ് ചെയ്തു. സ്റ്റെപ്പ് 4 ആഡ് ഇലക്ട്രോൺസ് ടു ബാലൻസ് ദ ചാർജ്. നേരത്തെ നമ്മൾ എലമെന്റ്സിനെയാണ് ബാലൻസ് ചെയ്തത്, ഇവിടെ ഇനി ചാർജ് ആണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ഇലക്ട്രോണ് ആഡ് ചെയ്യുക ചെയ്യാം. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ഉള്ളത്, അങ്ങനെയാണ് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ നോക്കൂ. Fe+2 ആണ് ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ Fe+3 ആണ്. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രോണ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിവിടെ +3 - 1 ആകുമ്പോൾ +2 ആയി. ഈ ക്രോമിയത്തിന്റെ കേസ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ക്രോമിയത്തിന്റെ ചാർജ് നോക്കാം. ഒരു ക്രോമിയത്തിന്റെ ചാർജ് ആണ് +6. ഇവിടെ 2 ക്രോമിയം ഉണ്ട്, അപ്പൊ അവിടെ +12 ആണ് ചാർജ്. റൈറ്റ് സൈഡിൽ 1 ക്രോമിയത്തിന് +3 ആണ്, അപ്പൊ 2 ക്രോമിയം ആകുമ്പോൾ +6 ആവും. അപ്പൊ ഇവിടെ +12, ഇവിടെ +6. ഇവിടെയാണ് കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത്, അതുകൊണ്ട് ആ സൈഡിലാണ് നമുക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ +12 ഇവിടെ +6 ആണ്, അതുകൊണ്ട് നമുക്ക് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 6 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. അപ്പൊ +12 -6 ആയി കഴിഞ്ഞാൽ ആൻസർ നമുക്കറിയാം +6 ആവും. അപ്പൊ രണ്ട് സ്ഥലത്തും 6 ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ആണ് ബാലൻസ് ചെയ്തത്. ഇനി നമുക്ക് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈക്വലൈസ് ചെയ്യും. ഇക്വേഷൻ 6 നോക്കുമ്പോൾ ഇവിടെ 1 ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നുള്ളൂ. ഇക്വേഷൻ 7 6 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണുകൾ തമ്മിൽ ബാലൻസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇക്വേഷൻ 6നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷനെ മൊത്തം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അവിടെ 6Fe+2 gives 6Fe+3 6 ഇലക്ട്രോൺ ആയി. ഇവിടെ ഇക്വേഷൻ 6 ഇപ്പൊ ചേഞ്ച് ചെയ്ത് ഇക്വേഷൻ 8 ആയിട്ട് മാറി. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട ന്യൂ ഇക്വേഷൻ, ഇത് ഓക്സിഡേഷൻ ഹാഫ്, ഇത് റിഡക്ഷൻ ഹാഫ്. 7ഉം 8ഉം. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് വി ആഡ് 2 ഹാഫ് റിയാക്ഷൻ. ഈ 2 ഹാഫ് റിയാക്ഷൻ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്സിഡേഷൻ ഹാഫ് ആണ് ഇത് റിഡക്ഷൻ ഹാഫ്. അപ്പൊ നമ്മൾ ആദ്യം ഓക്സിഡേഷൻ ഹാഫ് എഴുതി, ഇക്വേഷൻ 8 എഴുതി. 6Fe+2 gives 6Fe+3 6 ഇലക്ട്രോൺ. ഇനി അടുത്തതായിട്ട് റിഡക്ഷൻ ഹാഫ് എടുത്തെഴുതാം. ഈ രണ്ടും കൂടി സം ചെയ്യാം. സം ചെയ്യുമ്പോൾ ഏരോന്റെ ലെഫ്റ്റ് സൈഡിലും, അപ്പൊ 6 ഇലക്ട്രോൺസ് ഏരോന്റെ റൈറ്റ് സൈഡിലും 6 ഇലക്ട്രോൺ ഏരോന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ആദ്യം ക്യാൻസൽ ചെയ്ത് കളയും. ഇനി നമ്മൾ ഏരോന്റെ ലെഫ്റ്റ് സൈഡുകൾ എടുത്തെഴുതാം. അപ്പൊ 6Fe+2 Cr2O7 2- +14H+. ഇത്രയാണ് നമ്മൾ ഈ ഏരോന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന അയോൺസ്. ഈ ഏരോന്റെ റൈറ്റ് സൈഡ് നോക്കാം. ആദ്യം ഫസ്റ്റ് ഇക്വേഷനിൽ എഴുതാം 6Fe+3 2Cr+3 7H2O. ഇപ്പൊ നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ കൂടി ആഡ് ചെയ്തിട്ട് നെറ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ കിട്ടും. അപ്പൊ ഈ ബാലൻസിങ് മെത്തേഡിൽ ആദ്യം എലമെന്റ്സിനെ ബാലൻസ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ ചാർജ് ബാലൻസ് ചെയ്തു. ഓക്കെ.